അങ്ങനെ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങണം അങ്ങനെ ഭയങ്കര പ്ലാനൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. പിന്നെ പക്ഷേ കുറച്ചുകൂടെ നമുക്ക് ഈസിയറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കഥകളൊക്കെ കുറച്ചുകൂടെ ഈസിയറായിട്ട് കുറച്ചുകൂടെ ഫ്രീഡം നമുക്ക് കിട്ടിയാൽ കുറച്ചുകൂടെ നന്നായിട്ട് സിനിമകൾ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രൊഡക്ഷനായിട്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആ ഒരു ഫ്രീഡം ഉണ്ടാവുമല്ലോ നമുക്ക്. നമ്മൾക്ക് വേണ്ട രീതിയിൽ സിനിമ ചെയ്യാമല്ലോ കുറച്ചുകൂടെ. വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന സിനാരിയോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്ക് പക്ഷേ ഇപ്പോൾ തുടങ്ങണം ഇത് അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ അരുണും പോൾസണും ഞങ്ങൾ ഒരുമിച്ച് വേറെ സിനിമകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമൊക്കെ ആയിരുന്നു. 1-2 സിനിമകൾ ട്രൈ ചെയ്തു. മലയാളത്തിലൊരു സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നടന്നില്ല. പിന്നെ ഒരു ഹിന്ദിയിലൊരു സിനിമ അത് 1-2 വർഷം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു. അതും നടന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ അവരതിന് വേണ്ടി കുറേ സമയം സ്പെൻഡ് ചെയ്തു. അവർക്കൊന്നും നടക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ്, അങ്ങനെ ഒരു ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് അരുൺ എന്തായാലും സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു പോയിന്റിലാണ് എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സിനിമ ചെയ്യാം. ഇവിടെ മലയാളത്തിൽ നമുക്ക് തന്നെ ഒരു സിനിമ ചെയ്യാം. എന്തെങ്കിലും നടക്കട്ടെ. ബാക്കിയൊന്നും നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊന്നും നടക്കുന്നില്ല. പക്ഷെ എന്നാൽ പിന്നെ നമുക്കിവിടെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്താമല്ലോ. നമുക്കൊരു സാധനം തീരുമാനിച്ച് നടക്കാമല്ലോ മലയാളത്തിലാണെങ്കിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു പോയിന്റിൽ അങ്ങനെ അരുൺ ഡയറക്റ്റ് ചെയ്യാനും പോൾസൺ കൂടെ എഴുതാനും ഞാനപ്പോൾ അതിൽ അഭിനയിക്കാം, അത് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ഒരു ഡിസൈനിൽ വന്ന ഒരു സിനിമയാണ്. അല്ലാതെ പ്രൊഡക്ഷൻ ഹൗസിന് വേണ്ടി കഥകൾ ആലോചിക്കുന്നു, അങ്ങനെ കഥകൾ തേടുന്നു, അങ്ങനെ ഒരു സിനിമ കണ്ടുപിടി അങ്ങനെയൊന്നുമല്ല. നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും ഒരു 3-4 സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഒരു സിനിമ നമ്മൾ എന്നാൽ പിന്നെ ചെയ്യാമെന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചെയ്തു തുടങ്ങിയതാണ്. അങ്ങനെ അവരൊരു കഥയായിട്ട് വന്നു. ഈ പറഞ്ഞ ആ ഒരു ഇൻസിഡൻറ്റ് എന്നൊക്കെ അവർ ഇൻസ്പയർ ചെയ്തിട്ട് അവർ വേറൊരു ഐഡിയ അതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് അങ്ങനെ ഒരു സിനിമയായിട്ട് അവരതിനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ അത് പിന്നെ മെല്ലെ മെല്ലെ വലുതാവാൻ തുടങ്ങി. ആ സിനിമ ആദ്യം ഇങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ആലോചിച്ച് വരുമ്പോൾ ഈ സിനിമയുടെ വലിപ്പമൊക്കെ മാറുമല്ലോ. പിന്നെ മെല്ലെ ഒരു ക്യാരക്ടറിലേക്ക് എത്തിയപ്പോൾ ആ ക്യാരക്ടറിൽ വേറൊരാളായിരുന്നു കാസ്റ്റ് ചെയ്തിരുന്നത്, നെഗറ്റീവ്, ഇതിൻ്റെ വില്ലൻ ക്യാരക്ടർ. പിന്നെ നമ്മളൊരു പോയിന്റ് എത്തിയപ്പോൾ അതെന്തുകൊണ്ട് ടൊവിനോ ചെയ്താൽ രസമായിരിക്കില്ലേ, അവൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. അപ്പോൾ അവനെ കൊണ്ടുവന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ സ്ക്രിപ്റ്റിൽ കുറച്ചുകൂടെ ആ ക്യാരക്ടറിന് വേണ്ടി കുറച്ചുകൂടെ റീവർക്ക് ചെയ്തു. അവനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിനുള്ള ജസ്റ്റിസ് ചെയ്യണമല്ലോ ആ ക്യാരക്ടറിന്. നമ്മൾ വിശ്വസിച്ചിട്ട് ഒരാൾ വരുവാണല്ലോ. ടൊവിനോനെ പോലത്തെ ഒരു സ്റ്റാർ ഒരു വില്ലൻ റോൾ ചെയ്യാൻ വരുമ്പോൾ തീർച്ചയായിട്ടും വെറുതെ ഒരു കാസ്റ്റിംഗ് ആയിട്ട് മാത്രം നമ്മളതിനെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അവനും കൂടെ വേണ്ടിയിട്ട് അതിനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എഴുതി. അപ്പോൾ അവനും അതിൻ്റെ അകത്ത് എക്സൈറ്റഡ് ആയിട്ട് ആ സിനിമയിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അനന്തു ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലേക്ക് കോ പ്രൊഡ്യൂസറായിട്ട് അനന്തു വന്നു. അതങ്ങനെ മെല്ലെ മെല്ലെ അങ്ങനെ വലുതായി വന്നതാണ്. അതൊരു ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അല്ലാതെ അത് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെസ്പറേഷൻ എന്ന് പറയുന്ന പോലത്തെ ഒരു പോയിന്റിലായിരുന്നു. ഞങ്ങൾ വിചാരിച്ച പോലെ സിനിമകളൊന്നും നടക്കാത്ത സാഹചര്യമൊക്കെ വന്നപ്പോൾ അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ട്രോമയും നിരാശയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ എന്നാൽ പിന്നെ ഒരു സിനിമ ചെയ്യാം ടു കോമ്പൻസേറ്റ് ഫോർ നമ്മൾക്ക് നഷ്ടപ്പെട്ട സമയവും ആ സമയത്ത് എഫേർട്ടിനുള്ള ഒരുപാട് സിനാരിയോസ് ഉണ്ടല്ലോ, പൈസ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ ഒരു ഡെസ്പറേഷനിൽ തുടങ്ങിയതാണ് ആക്ച്വലി അതിരടി. പക്ഷേ ഇപ്പോൾ അവസാനം തൊഴിലുറപ്പ് പദ്ധതി നടന്നു. മറ്റേ തൊഴിലിന് വേണ്ടി പോയ പരിപാടി ഇതുവരെ നടന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. തൊഴിലുറപ്പ് പദ്ധതി വൻ സക്സസ്.